Good morning, my dear students. Today, our topic definitions of contract. കുറേ ഡെഫിനിഷൻസ് നമ്മളുടെ ബുക്കിലുണ്ട്. അതിലൊരു 3-4 ഞാൻ ഇപ്പം പറഞ്ഞു തരാം. അതിൽ എന്തായാലും 2 നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. പഠിക്കേണ്ടത് ഏതാണെന്ന് ഒരെണ്ണം എന്തായാലും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ പഠിക്കാം, പിന്നെ വേറെ ഏതെങ്കിലും ഒന്നും കൂടി പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പം അത് നമുക്ക് ഡെഫിനിഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മളുടെ ടോപ്പിക്ക് നേച്ചർ ഓഫ് ദി ലോ ഓഫ് കോൺട്രാക്റ്റ് ആയിരുന്നു. ലോ ഓഫ് കോൺട്രാക്റ്റിന്റെ നേച്ചർ, അതായത് ഇന്നലെ നമ്മൾ പഠിച്ചു 2 പേര് തമ്മിൽ ഒരു പ്രോമിസിലോ എഗ്രിമെന്റിലോ എത്തുന്നു. അവർ തമ്മിൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അതിൽ ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യാം. A contract is an agreement to do or not to an act. കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ്. ഓൾറെഡി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മനസ്സിലാക്കി. 2 പേര് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തുന്നതാണ്, ഒരു കാര്യം തീരുമാനിക്കുന്നതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകളിലൊക്കെ നമ്മൾ വാച്ച് വാങ്ങാനായിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറുന്നു, ഓട്ടോറിക്ഷയിൽ കയറുന്നു. ഇന്നലെ ഞാൻ വളരെ ലോക്കലായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു, പശുവിനെ വാങ്ങുന്നത്. അങ്ങനെ ഏത് കാര്യത്തിലും അവിടെ എന്തുണ്ടാകുന്നു? 2 വ്യക്തികൾ അവിടെ ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതിലൊക്കെ നമുക്കൊരു ബയർ ആൻഡ് സെല്ലർ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കാര്യത്തിൽ ആ ബയറും സെല്ലറും എന്ത് തീരുമാനിക്കുന്നതായിരിക്കും? ഒരു എഗ്രിമെന്റ് എത്തുന്നതായിരിക്കും. ടു ഡു ഓർ നോട്ട് ടു ഡു, ചെയ്യാം ചെയ്യാതിരിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ പശുവിനെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ആ പശുവിനെ വിൽക്കുന്ന ആള് പറയാണ് 40,000 രൂപയാണ് പശുവിന് വില എന്ന് പറയുന്നു. ഒന്നെങ്കിൽ എനിക്ക് അഗ്രി ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് അഗ്രി ചെയ്യാതിരിക്കാം. നമുക്ക് എന്താ വെച്ചാൽ 40,000 രൂപയ്ക്ക് വാങ്ങാം എന്ന് സമ്മതിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, എത്ര രൂപയ്ക്ക് എനിക്ക് വേണ്ട എന്ന് പറയാം. ടു ഡു ഓർ നോട്ട് ടു ഡു ആൻ ആക്ട്. അങ്ങനെ ഒരു ആക്ട് നമ്മൾ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള എഗ്രിമെന്റിൽ എത്തുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മനസ്സിലാക്കി, നമ്മളത് വാങ്ങാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ 2 വ്യക്തികൾക്കിടയിൽ ഒരു ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ്, നിയമപരമായിട്ടുള്ള ഒന്ന് വരുന്നു. ഇറ്റ് മീൻസ് ദാറ്റ് കോൺട്രാക്ട് ഈസ് എൻഫോഴ്സിയബിൾ അറ്റ് ലോ. ആ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ആ കോൺട്രാക്ട് നിയമത്തിന്റെ മുൻപിൽ പ്രാബല്യത്തിൽ വന്നു, നിയമപരമായിട്ട് അത് വന്നു. ഇനി നമ്മൾ കൊടുക്കാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വാച്ചിന്റെ കേസിലാണെങ്കിൽ ഡാമേജ് ആവേ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഗ്രിമെന്റ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു ആക്ട് ടു ഡു ഓർ നോട്ട് ടു ചെയ്യാനായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരിക്കാം. അങ്ങനെ ആ എഗ്രിമെന്റ് വരുമ്പോൾ അത് ലീഗലി ബൈൻഡിങ് ആയിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് കോൺട്രാക്ട് ഈസ് എൻഫോഴ്സിയബിൾ അറ്റ് ലോ. മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻസ് ഒക്കെ ഇങ്ങനെ ഓരോ വാക്കുകളും ഇങ്ങനെ നോക്കി അതിന്റെ മീനിങ് പഠിച്ച് മനസ്സിലാക്കി ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ നന്നായിട്ട് പഠിക്കണം. അപ്പം നമുക്ക് ഒരു ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യാം. സർ വാൾട്ടർ ആൻസൺ, ഈ ഡെഫിനിഷൻ എഴുതിയിട്ടുള്ള ആളുടെ പേരാണ്. ആ വ്യക്തിയുടെ പേരിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഡെഫിനേഷൻ എഴുതുമ്പോൾ ആളുടെ പേര് എഴുതണം, അല്ലെങ്കിൽ ഈ ഡെഫിനേഷൻ നമ്മൾ ഉണ്ടാക്കിയതാന്ന് വരും. നമുക്ക് അതിനുള്ള കഴിവൊന്നുമില്ലല്ലോ. നമുക്ക് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഡെഫിനേഷൻ പഠിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർ വാൾട്ടർ ആൻസൺ ഡിഫൈൻസ് ലോ ഓഫ് കോൺട്രാക്ട്. അദ്ദേഹത്തിന്റെ ഇതില് കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? വിത്തിൻ കൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കൊട്ടേഷനിൽ സ്റ്റാർട്ട് ചെയ്യും. ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിയബിൾ ബൈ ലോ. ഓൾറെഡി നമ്മൾ നേരത്തെ മനസ്സിലാക്കി, കഴിഞ്ഞ പാരഗ്രാഫില് കോൺട്രാക്ട് എന്നുള്ളത് ഒരു എഗ്രിമെന്റ് ആണ്. അത് എഗ്രിമെന്റ് ബൈൻഡ് ചെയ്യുമ്പോൾ നേച്ചുറലി ആയിട്ട് എൻഫോഴ്സിയബിൾ അറ്റ് ലോ ആയിട്ട് വരുന്നു. അപ്പൊ സർ വാൾട്ടർ ആൻസൺ ഡിഫൈൻ ചെയ്യുന്നു ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്. ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിയബിൾ ബൈ ലോ, മെയ്ഡ് ബിറ്റ്വീൻ 2 ഓർ മോർ പേഴ്സൺസ്. ആരായിരിക്കും ആ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ അറ്റ് ലോയിൽ വന്നിട്ടുള്ള ആ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്?
ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ്, രണ്ടോ അതിലധികമോ വ്യക്തികളായിരിക്കും ആ ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. ബൈ വിച്ച് റൈറ്റ്സ് ആർ അക്വയർഡ്, അങ്ങനെ രണ്ട് പേര് തമ്മിൽ ഒരു അഗ്രിമെന്റിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തുണ്ടായിരിക്കും? കുറച്ച് റൈറ്റ്സ് ഉണ്ടായിരിക്കും. ഓർ മോർ ടു ആഡ്സ്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ റൈറ്റ്സ് ആക്ട് ചെയ്യാനുണ്ടായിരിക്കും. ഓർ ഫോർബിയറൻസ് ഓൺ ദി പാർട്ട് ഓഫ് ദി അതർ ഓർ അതേഴ്സ്, മറ്റേ വ്യക്തിക്ക് എന്തുണ്ടായിരിക്കും? ഫോർബിയറൻസ്. ഫോർബിയറൻസ് എന്ന് പറഞ്ഞാൽ വളരെ പേഷ്യന്റ് ആയിട്ട് സെൽഫ് കൺട്രോൾ ആയിട്ട് അതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിനെ പറയുന്നതാണ് കോൺട്രാക്ട്, ലോ ഓഫ് കോൺട്രാക്ട് എന്ന് സർ വാൾട്ടർ ആൻഡ്സൺ പറയുന്നു. ഒന്നും കൂടി പറയാം. സർ വാൾട്ടർ ആൻഡ്സൺ ഡിഫൈൻസ് ലോ ഓഫ് കോൺട്രാക്ട് ആസ്, സർ വാൾട്ടർ ആൻഡ്സൺ ഡിഫൈൻസ് കോൺട്രാക്ട് ആസ്, കൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, കോമയില്ല കേട്ടോ, കൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിയബിൾ ബൈ ലോ, ഒരു അഗ്രിമെന്റ് നിയമത്തിന്റെ മുൻപിൽ വന്നിട്ടുള്ളത്, മെയ്ഡ് ബിറ്റ്വീൻ, ഉണ്ടാക്കിയിട്ടുള്ളത്, ടു ഓർ മോർ പേഴ്സൺസ്, രണ്ടോ അതിലധികമോ വ്യക്തികളായിരിക്കും, ബൈ വിച്ച്, അതിൽ കൂടെ, റൈറ്റ്സ് ആർ അക്വയർഡ് ബൈ വൺ, ഒരു വ്യക്തിക്ക് കുറെ അവകാശങ്ങൾ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ മോർ ടു ആഡ്സ്, കുറെ കിട്ടുന്നതായിരിക്കും, ഓർ ഫോർബിയറൻസ് ഓൺ ദി പാർട്ട് ഓഫ് ദി അതർ ഓർ അതേഴ്സ്, മറ്റേ പാർട്ടി എന്ത് ചെയ്യേണ്ടതാണ്? കുറെ കാര്യങ്ങൾ ആക്ട് ചെയ്യേണ്ടതാണ്. എങ്ങനെ ആക്ട് ചെയ്യേണ്ടതാണ്? ഫോർബിയറൻസ്, അതായത് സെൽഫ് കൺട്രോൾ ചെയ്ത് പേഷ്യന്റ് വളരെയധികം ക്ഷമാപൂർവം ടോളറന്റ് ആയിട്ട് അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് കുറെ റൈറ്റ്സ് ഉണ്ടായിരിക്കും, ഒരു വ്യക്തി അത് പെർഫോം ചെയ്യേണ്ടതാണ്. അങ്ങനെ രണ്ട് വ്യക്തികൾ, അതിൽ കൂടുതൽ വ്യക്തികൾ തമ്മിൽ ഒരു അഗ്രിമെന്റിൽ എത്തുമ്പോൾ അത് എൻഫോഴ്സിയബിൾ ആയിട്ട് ലോ ആകുന്നു. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. പഠിച്ചില്ലേ? ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് an agreement enforceable at law made between two or more persons by which rights are acquired by one or more to adds or forbearance on the part of the other or others. ഇനി വേറൊരു ഡെഫിനേഷൻ നോക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു സർ വില്യം എൻസൺ, വേറൊരു ഡെഫിനേഷൻ, കോൺട്രാക്ട് എന്ന് പറയുന്നത് ലീഗലി ബൈൻഡിങ് അഗ്രിമെന്റ്. നേരത്തെ പറഞ്ഞ പോലെ എൻഫോഴ്സിബിൾ അറ്റ് ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ലീഗലി ബൈൻഡിങ് അഗ്രിമെന്റ് മെയ്ഡ് ബിറ്റ്വീൻ, എങ്ങനെയായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുള്ളത്? ടു ഓർ മോർ. അതിന്റെ ഇന്നർ മീനിങ് ഒന്നിൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ തന്നെ. ടു ആഡ്സ്, എന്ത് ചെയ്യുന്നു? ഒരാൾ അത് ആക്ട് ചെയ്യുന്നു, റൈറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഓർ ഫോർബിയറൻസ് ഓൺ ദി പാർട്ട് ഓഫ് ദി അതർ ഓർ അതേഴ്സ്, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നതായിരിക്കും? ഫോർബിയറൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ടായിരിക്കും, മറ്റേ ആളത് വളരെ പേഷ്യന്റോട് കൂടിയിട്ട് അത് പെർഫോം ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ളതിനെയാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി വേറൊരു ഡെഫിനിഷൻ, എല്ലാത്തിൻ്റെയും കൺസെപ്റ്റ് ഒന്ന് തന്നെ. അപ്പോൾ ഒരു ഡെഫിനേഷൻ നന്നായി പഠിച്ചാൽ അതും പെട്ടെന്ന് മനസ്സിലാകും. അക്കോർഡിംഗ് ടു സർ ഫെഡറിക് പൊള്ളോക്ക്, എവരി അഗ്രിമെന്റ് ആൻഡ് പ്രോമിസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഈസ് എ കോൺട്രാക്ട്. വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം പറയാണ്, ഏത് അഗ്രിമെന്റ് ആണെങ്കിലും ഏത് പ്രോമിസ് ആണെങ്കിലും എൻഫോഴ്സിബിൾ അറ്റ് ലോ ആണെങ്കിൽ അതൊക്കെ ഏതിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്? കോൺട്രാക്ട്, ലോ ഓഫ് എ കോൺട്രാക്ട്. എവരി അഗ്രിമെന്റ് ആൻഡ് പ്രോമിസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഈസ് എ കോൺട്രാക്ട്. ഇനി നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളുടെ ഇന്ത്യൻ പോയിന്റിലുള്ള ഡെഫിനിഷനാണ്, നന്നായി പഠിക്കണം. സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നമ്മളുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ചിൽ പറയുന്നു, കോൺട്രാക്ടിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട്, ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ അറ്റ് ലോ, ഒരു അഗ്രിമെന്റ് നിയമത്തിന്റെ മുൻപിൽ എൻഫോഴ്സിബിൾ ആകുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ക്ലോസ് എക്സാമിനേഷൻ, ഈ ഡെഫിനേഷൻസിനെയൊക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ 2 പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എല്ലാത്തിലുമുള്ള പോയിന്റ് ആണ് അഗ്രിമെന്റ് എന്നുള്ള വാക്കുണ്ട്, പിന്നെ ഏത് വാക്കുണ്ട്? എൻഫോഴ്സിയബിൾ അറ്റ് ലോ എന്നുള്ള വാക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കോൺട്രാക്ട്, ലോ ഓഫ് കോൺട്രാക്റ്റിൽ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് വരുന്ന 2 എണ്ണമാണ് എഗ്രിമെന്റ് ആൻഡ് എൻഫോഴ്സിബിൾ അറ്റ് ലോ. എവരി കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ്, എല്ലാ കോൺട്രാക്റ്റും എന്താണ്? ഒരു എഗ്രിമെന്റ് ആണ്. എവരി കോൺട്രാക്ട് ഈസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ, എല്ലാ കോൺട്രാക്റ്റുകളും എൻഫോഴ്സിബിൾ അറ്റ് ലോ ആണ്.
അപ്പം ഇതാണ് ഡെഫിനേഷൻസ്. അപ്പം ഡെഫിനേഷൻസ് നമ്മൾ 2-3 നോക്കി. ആദ്യത്തെ ഡെഫിനേഷൻസ് സർ വാൾട്ടർ ആൻസൺ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ മെയ്ഡ് ബിറ്റ്വീൻ 2 or more persons by which rights are acquired by one or more to adds or forbearance on the part of the other or others. പിന്നെ നമ്മൾ സർ വില്യം ആൻസൺ പറഞ്ഞിട്ടുള്ളത് ലീഗലി ബൈൻഡിങ് അഗ്രിമെന്റ് മെയ്ഡ് ബിറ്റ്വീൻ 2 or more to adds or forbearance on the part of the other or others. പിന്നെ സർ ഫെഡറിക് പൊല്ലോക്കിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ട്. എവരി അഗ്രിമെന്റ് ആൻഡ് പ്രോമിസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഈസ് എ കോൺട്രാക്ട്. പിന്നെ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് അനുസരിച്ച് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ചിൽ പറയുന്നു ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ അറ്റ് ലോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു കോൺട്രാക്ട് ആക്ട് കോൺട്രാക്റ്റിൽ ലോ ഓഫ് കോൺട്രാക്റ്റിൽ വരുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് അഗ്രിമെന്റും എൻഫോഴ്സിബിൾ അറ്റ് ലോയും. അപ്പം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഈ 2 കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് എഗ്രിമെന്റ്, എന്താണ് എൻഫോഴ്സിബിൾ അറ്റ് ലോയിൽ വരുന്നത്, അതായത് ലീഗൽ ഒബ്ലിഗേഷൻസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ രണ്ടും നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.